അപ്പോൾ ഇത് വിയറ്റ്നാമിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ സെക്കൻഡ് ഡേ തൊട്ടാണ് നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏജൻസി വഴി ഒന്നുമല്ല വന്നത്. അപ്പോൾ നമ്മുടെ മോസ്റ്റ് ഓഫ് ദി ആക്ടിവിറ്റീസ് നമ്മൾ ക്ലൂക്ക് ആപ്ലിക്കേഷൻ വഴിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. പറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഡിസ്ട്രിക്ട് 1 സ്റ്റേ ചെയ്തത് കൊണ്ട് തന്നെ ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് അവർ പിക്ക് ചെയ്തു. അപ്പോൾ വളരെ പ്രശസ്തമായിട്ടുള്ള ചൂച്ചി ടണൽസ്, അതുപോലെ തന്നെ മെക്കോങ് റിവർ ഡെൽറ്റ കാണാനായിട്ടാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും പോകുന്നത്. രാവിലെ എണീറ്റ് തന്നെ കുറച്ച് നീരസത്തിലിരിക്കുകയാണ് ക്രിസ്. അപ്പോൾ രാവിലെയും വൈകുന്നേരങ്ങളൊക്കെ ഇങ്ങനെ നിരത്തുകളിലേക്ക് നോക്കിയാൽ ധാരാളമായിട്ട് ഇത്തരത്തിലുള്ള മോട്ടോർ ബൈക്കുകൾ റാലി പോലെ പോകുന്നത് കാണാം. അപ്പോൾ വിയറ്റ്നാമീസ് അവരെ കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ മോട്ടോർ ബൈക്കിനെയാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും മോട്ടോർ ബൈക്കുകളുടെ വർക്ക്ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളുടെ ബസ് ആദ്യം നിർത്തിയത് ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഏജൻറ്റ് ഓറഞ്ച് എന്ന് പറയുന്നൊരു മാരകായുധം വിയറ്റ്നാം വാറിൻ്റെ സമയത്ത് അമേരിക്ക വിയറ്റ്നാമിസിനെതിരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ടാക്ടിക്കൽ ഹെർബിസൈഡ് ആയിരുന്നു വിച്ച് കണ്ടെയ്നിങ് ഡയോക്സിൻ. അപ്പോൾ അവരുടെ വനങ്ങളും വിളകളും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണത് യൂസ് ചെയ്തത്. പക്ഷേ ലോകം കണ്ടിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു അത്. അതുകൊണ്ട് ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടായി, മൾട്ടി ജനറേഷനിലെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി, ജനങ്ങളിൽ ക്യാൻസർ, ബർഡ് ഡിഫക്ട്സ് പോലുള്ള സൈഡ് എഫക്ട്സ് ഇത് ഉണ്ടാക്കി. ഇപ്പോഴും അതിൻ്റെ ഇരകൾ വിയറ്റ്നാമിലുണ്ട്. അതിൽ കുറച്ച് പേര് ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇത് ഫുള്ളി ഡയല്യൂട്ടഡ് ആവാതെ ഈ വിഷം ഇപ്പോഴും വിയറ്റ്നാമിൽ ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട്. വിയറ്റ്നാമിലെ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഇപ്പോഴും ഈ ഒരു ടോക്സിൻ ആക്റ്റീവാണ്. പിന്നെ ഈ ഒരു ആർട്ട് പീസ് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത് വിയറ്റ്നാമിൻ്റെ തനത് പാരമ്പര്യമാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ ചൂച്ചി ടണൽസ് കാണാനായിട്ട് എത്തിയിരിക്കുവാണ്. ഹോച്ചിമിൻ സിറ്റിയിലെ തന്നെ മറ്റൊരു അട്രാക്ഷനാണിത്. അതിഗംഭീരമായിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്കാണ്. വിയറ്റ്നാം യുദ്ധകാലത്ത് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അതിഗംഭീരമായൊരു ടണൽ സിസ്റ്റം. അന്നതിൽ കിച്ചണുകളും ഹോസ്പിറ്റലുകളും ലിവിങ് ക്വാർട്ടറുകളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 200-250 കിലോമീറ്ററോളം നീളമുണ്ട്. കംബോഡിയൻ ബോർഡറിലാണ് ഇത് അവസാനിക്കുന്നത്. അന്ന് യൂസ് ചെയ്തിരുന്ന അമേരിക്കൻ നിർമ്മിത ടാങ്കറുകളൊക്കെ നമുക്കിപ്പോഴും ഇവിടെ കാണാം. അപ്പോൾ രസികനായിട്ടുള്ള ഞങ്ങളുടെ ഗൈഡ് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് പറഞ്ഞു തരികയായിരുന്നു. അന്ന് അമേരിക്കൻ സൈനികരോട് പോരാടാനായിട്ടുള്ള മെച്ചപ്പെട്ട ആയുധങ്ങളൊന്നും തന്നെ അവർക്കുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ മുളകളും കമ്പുകളും തടികളും ഒക്കെ കൊണ്ട് തീർത്തിട്ടുള്ള കെണികളായിരുന്നു അമേരിക്കൻ സൈനികർക്കെതിരെ അവർ ഉപയോഗിച്ചിരുന്നത്. സഞ്ചാരികൾക്ക് ടണലിനുള്ളിലേക്ക് ഇപ്പോഴും പ്രവേശനമുണ്ട്. ഏകദേശം 45,000-ഓളം വിയറ്റ്നാമീസ് പുരുഷന്മാരും സ്ത്രീകളും ആ ടണലിനുള്ളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബോംബിങ്ങിലും അതുപോലെ തന്നെ അവിടെ പ്രധാന ശത്രുവായിട്ടുള്ള മലേറിയയും ഒക്കെ പിടിച്ചിട്ടാണ് അവർ മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ടണലിനുള്ളിലേക്ക് ഞാനും കടന്നു. ഏത് നിമിഷവും മരണം വരിക്കാം എന്ന ഭീതിയിൽ ഇരുട്ടിൽ ഒരുങ്ങിത്തീർന്ന ഒരുപാട് മനുഷ്യരുടെ ആത്മാവിൻ്റെ ചൂടുണ്ട് ഇവിടെ. അതിനാൽ അധിക നേരം അതിനകത്ത് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. തൊട്ടടുത്ത എക്സിറ്റിൽ ഞാൻ പുറത്ത് കടന്നു. നിങ്ങൾ അഡീഷണലി പേ ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ റിയൽ റൈഫിൾ വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.